കഴിക്കാനാ? കഴിഞ്ഞിട്ട് കുടിച്ചതായതുകൊണ്ട് അത് കൂടെ സമയം ഞങ്ങൾ കമന്റ് ഇടും. ഗുണം കിട്ടും. അപ്പം ഹായ്, അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മോനിച്ചും എല്ലാവരും കിടന്നിട്ടുണ്ട്. അവർ ഇന്ന് റൂം മാറി കിടന്നാണ്. അവരിന്ന് ഇവിടെ കിടന്ന് നോക്കട്ടെ എന്നുള്ള അവരിവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്ര ദിവസമായിട്ട് ഈ റൂമിന് കുറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ഡോർ അടയ്ക്കാതെ തന്നെയാണ് കിടക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ അവനെന്ത് ചെയ്തു, ഒരു ഡോറിൻ്റെ കുറ്റിയൊക്കെ ശരിയാക്കിയിട്ട് അവർ തന്നെ റെഡിയാക്കി ഇങ്ങനെ കിടന്നിട്ടുണ്ട്. എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകാലമായിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറയാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം ശിശുദിനമാണ്. ശിശുദിനത്തിൻ്റെ പ്രത്യേകതയൊന്നും പിന്നെ ആരോടും പറയേണ്ടതില്ല. മാങ്ങ അരിഞ്ഞ് അച്ചാറിട്ടു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അത് വീഡിയോയിൽ കണ്ടാൽ മതിയേ. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആണ് വീഡിയോ. അധിക സമയമായി പോയാൽ ക്ഷമിക്കണം. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് നേരം നിന്ന് പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശിശുദിനാശംസകൾ. പ്രിയപ്പെട്ട എല്ലാവർക്കും ശിശുദിനാശംസകൾ. ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരണേ, ഒരു ലൈക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. എന്തോ ആ ചാക്കുള്ള തുണികളൊക്കെ പഴയതാ. ചെരിവുണ്ടല്ലോ, ദോശക്കല്ല് ചെരിഞ്ഞാക്കുന്നു. കുടുസേ കുടേ പനിക്കുന്നുണ്ട്. മരുന്ന് ഉള്ളിലൊന്നും ഇല്ലാത്തതിനെ പിടിച്ച് ഞെക്കിയതിൻ്റെ ഒച്ചയാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുപ്പി പിടിച്ച് ഞെക്കിയിട്ടില്ല കാര്യമുണ്ടോ? ഉള്ള വെളിച്ചെണ്ണയൊക്കെ കഷ്ടപ്പെട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്താണ് ചോറ് അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എളുപ്പത്തിന് ഇടുന്ന ദോശയാണ് കേട്ടോ. ഇതൊന്ന് നീർദോശയായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല മിനിയാന്ന് അരി അരച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ കുടുവിന് വയ്യാത്തതുകൊണ്ട് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നപ്പോൾ ഒരുപാട് വൈകിയില്ലേ, അതുകൊണ്ട് ഇന്നലത്തേക്ക് മാവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്തു, അരി രാവിലെ അരച്ചങ്ങ് നീർദോശ ചുട്ടു. പിന്നെ ഈ ചാക്കിലൊക്കെ എന്താണ് ഈ ശേഖരിച്ച് വെച്ചേക്കുന്നതെന്ന് കരുതണ്ട, തുണികളാണ് കേട്ടോ. മതി, ബാക്കി അമ്മ കഴിക്കോളാം. പുൽക്കുഴി പാത്രം അമ്മ കഴിക്കോളാം.
കുടു മിടുക്കനാട്ടോ, ഗുഡ് ബോയ് ആണ്. മതി, ബാക്കി അമ്മ കഴിക്കോളാം, അത്ര മതി. മതി പൊന്നെ, അമ്മ കഴിക്കോളാം ബാക്കി. വൃത്തിയായി വൃത്തിയായി, ഇതാ നോക്കട്ടെ, കാണിച്ചേ, കണ്ട നല്ല വൃത്തിയായി, മിടുക്കൻ കൊണ്ട. അങ്ങനെ കൊടു എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കിലൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ദിവസം കഴിച്ചിട്ട് പനി വിട്ടപ്പോൾ തന്നെ അവൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. സ്വന്തമായിട്ട് കഴിക്കണം, സ്വന്തമായിട്ട് കഴുകണം, ഇപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറച്ചായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാർന്നവർക്ക് തലയിലൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തു. തലയിൽ എനിക്കിങ്ങനെ, ഞാൻ ആദ്യം എൻ്റെ ആങ്ങളയ്ക്കാട്ടത് ചെയ്ത് കൊടുത്ത് തുടങ്ങിയത്. ഏട്ടൻ്റെ കാല് മസാജ് ചെയ്യുക, എണ്ണ തേച്ച് മസാജ് ചെയ്യുക, തലയിൽ താരം പോക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. അത് എൻ്റെ ഏട്ടനും അതുപോലെ തന്നെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട്, മൂത്തമ്മേൻ്റെ വിനുവേട്ടൻ്റെ തലയിൽ, ഈ 2 പേരുടെ തലയിലുമാണ് ഞാൻ ചെറുപ്പത്തിലേ താരം പോക്കി മസാജ് ചെയ്തും പോന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുഞ്ഞേട്ടൻ്റെ തലയിൽ എനിക്കിഷ്ടമാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ, സമയമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കിട്ടുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ രസമാണ് കേട്ടോ, ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ ചാക്കിൽ എന്തിനാണ് തുണിയൊക്കെ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ, നമ്മൾ താഴെ ഇത് കണ്ടില്ലേ, നമ്മളെ തറ ഇതാണ് കേട്ടോ, ഈ ഒരു അവസ്ഥയിലാണ്. നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തറേൻ്റെ മുകളിൽ എന്തെങ്കിലും തുണികളൊക്കെ ഇട്ട് നല്ലപോലെ നനയ്ക്കണം. അവർ പറഞ്ഞ കണക്കിന് ഒരുപാട് തവണ നനയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അത്രയൊന്നും നനയ്ക്കാൻ പറ്റില്ല. ഞാനും പണിക്ക് പോകും, പിന്നെ ഏട്ടൻ രാവിലെ അങ്ങ് പോകുമല്ലോ. പിന്നെ ഞാൻ പണി സ്ഥലത്തു നിന്ന് സമയം കിട്ടുന്ന സമയത്തൊക്കെ വന്ന് നനയ്ക്കുന്ന ആ ഒരു നനയുള്ളൂ. ഒരു 3 4 5 പ്രാവശ്യം നനയ്ക്കാൻ കഴിയാറുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീട്ടിലുള്ള തുണികളും പഴയ കമ്പിളിപ്പുതപ്പും ചുരിദാറും ചാക്കും, നൂൽ ചാക്കിന് വില ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തുണികൾ വീട്ടിലുള്ളിടത്തോളം തുണികളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ ചെയ്തത്. പഴയ തുണികളും ബെഡ്ഷീറ്റും ചുരിദാറും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നനച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തുണി ഇടുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. നല്ല വെയിലുമാണ് കേട്ടോ, നമുക്ക് അങ്ങോട്ട് നേരിട്ട് വെയിലടിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ കൊടുവിനെയും കൊണ്ട് അംഗനവാടിയിൽ ടീച്ചർ പിന്നെ ശിശുദിനമായതുകൊണ്ട് പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഓയിസ്റ്റാർ ക്ലബ്ബിലെ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് നമ്മളെ കുട്ടികളെ കാണാൻ. അപ്പം പറ്റുമെങ്കിൽ ഒന്ന് വന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുവിന് പനി വിട്ടിട്ടുണ്ടായിരുന്നു, പനി ഒട്ടുമില്ല. പക്ഷേ ചുമ കഫക്കെട്ട് മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. ടീച്ചറെന്ന് പറഞ്ഞാൽ നമ്മളെ രാധ അംഗനവാടിത്തെ ആയയും ടീച്ചറും, അവർ 2 പേരും കൊടുവിനെ എനിക്ക് ഒന്ന് 2.25 വയസ്സ് മുതൽ ഞാൻ അവിടെ വിടുന്നതാണ് കേട്ടോ. ഞാൻ നോക്കേണ്ട സമയത്തും കൂടി അവനെ നോക്കിയത് അവരാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ പ്രാവശ്യത്തിൻ്റെയും പരിപാടി വരുമ്പോൾ കൊടുവിന് വയ്യാണ്ടാവും. അപ്പോൾ ഇതെന്തായാലും വേണ്ടില്ല, നമുക്ക് പോയിട്ട് പോരാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ അംഗനവാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ കുട്ടികളും ശിശുദിനത്തിന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊടുവിന് ഞങ്ങൾക്ക് ശിശുദിനത്തിന് ഡ്രസ്സ് കിട്ടിയില്ല. ചാച്ചാജീൻ്റെ ഉടുപ്പ് പോയിട്ട് വാങ്ങാൻ ചെന്നപ്പം കൊടുവിന് പാകമുള്ള കൊടു, ഞാൻ തുണി വിരിച്ചിടാൻ വേണ്ടി അപ്പുറത്തേക്ക് കയറിയതും കൊടു അത്തേൽ പിടിച്ച് അവിടെ മാറി വാ, ഇറങ്ങി പറഞ്ഞിട്ട് കൊടു മാറാൻ പറഞ്ഞിട്ടൊന്നും മാറുന്നില്ലേന്ന്. മാറി തണലത്ത് വന്നിരിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ, അവനവിടെ കയറിയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ് പറയും ഓരോന്നൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോണത് അംഗനവാടിയിലേക്കാണ് കേട്ടോ.
അജിതകുമാരി അവന്റെ കയ്യിലുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥന ചെല്ല സ്റ്റാൻഡ് കൈ വിടുന്നോട്ടെ. കൈ കൂട്ടി ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, പ്രിയപ്പെട്ട വൈദ്യ സുഹൃത്തുക്കളെ, ഇന്ന് എന്ത് ദിവസം? ശിശുദിനം ആരുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? ചാച്ചാജിയുടെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിരുന്നു കേട്ടോ. അതിന്റെ ആഘോഷമാണ് ശിശുദിനം. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ വോയിസ്കയിലെ ചട്ടായിമാരെല്ലാം കൂടെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും പാട്ടൊക്കെ അറിയാവോ? പാട്ടൊക്കെ അറിയാവോ? അപ്പം ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിനും ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിനും പ്രിയപ്പെട്ട ടീച്ചറിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ മാതാപിതാക്കൾ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് കസാരയിലിരിക്കണം, അപ്പോഴേ തരുള്ളൂ. അവിടെ കസാരയിൽ പോയിരിക്കും. കുഞ്ഞ് കസാരയിലിരിക്കേ, എന്നാലേ ബുക്ക് തരുവുള്ളൂ. അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരില്ല, കസാരയിൽ ഇരുന്നാ മതി. എത്തിച്ചേർന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പറും ആ കൃത്യ സമയത്താണെങ്കിലും എത്തിപ്പെട്ടു. അപ്പം എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ചേട്ടന്മാര് പൊക്കോട്ടെ എന്നാല് ടാറ്റ കൊടുക്കൂടൂ, ടാറ്റ കൊടുക്കൂടൂ, ടാറ്റ. നല്ല പിള്ളേരായിട്ട് ഇരിക്കണം കേട്ടോ, വഴക്കൊന്നും ഉണ്ടാക്കാതെ കേട്ടോ, മിടുക്കരായിട്ട് പഠിക്കും. ഏടാ നമ്മളെ ബർത്ത്ഡേ ബോയ് ഏടെ ബർത്ത്ഡേ ബോയ് ഇങ്ങോട്ട് നോക്ക്. ഹാപ്പി ബർത്ത്ഡേ. കുടുനൊടുത്താ തിങ്കളാഴ്ച ശരി, അതുകൊണ്ട് ഇന്ന് ആക്കിയില്ലേ നമ്മള്. കുടുന്റെ അച്ഛനും കൊടുക്ക്, എല്ലാവർക്കും കൊടുക്ക്. ഞാനും അതെ. എന്തിനാ ക്ലാസ് എന്നറിയോ? മിഠായി പെറുക്കൽ മത്സരാട്ടാ. അയ്യോ വിസിലൂതിട്ട് ആ പറക്കിക്കോ, പറക്ക് പറക്ക് പറക്ക്. റയാനെ വേഗം പറക്ക് പറക്ക്, വേഗം പറക്ക്. എന്റെ വോയിസ് ഓവർ മാറ്റണോട്ടോ. വേഗം പറക്ക് റയാനെ, ഗിഫ്റ്റ് വാങ്ങണം നമുക്ക്.
വേഗം 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 മാറിയിട്, ഗിഫ്റ്റ് കിട്ടും. ആ വേഗം വേഗം മാറിയിട്, വേഗം മാറിയിട്. എല്ലാവരും എല്ലാവരും വേഗം മാറ്. വേഗം 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 റയാനെ വേഗം. വിസിലടിക്കുന്ന ആള് വേറെ പണിക്ക് പോയേക്കാം. ഫിനിഷിംഗ് പോയിന്റ് ഇല്ലേ? ദേ റയാനെ ബാക്കിൽ, നിന്റെ ബാക്കിൽ കൊറേ കിടക്കണു, വേഗം വരിയിട്. എല്ലാരും നിൽക്കണം. ബലൂൺ അവിടെ ഇട്ടോ, ബിസ്ക്കറ്റ് കഴിക്കണ്ടേ? ഇവിടെ കൊണ്ടുവന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക്. ബിസ്ക്കറ്റ് കടിക്കാൻ ആരൊക്കെയാ നിക്കുന്ന നോക്കട്ടെ. അതെല്ലാം ചുറ്റിപ്പോയി. ബിസ്ക്കറ്റ് കെട്ടിയതെല്ലാം കൂടെ ഒരുത്തിയിലെത്തിയല്ലടാ. ബിസ്ക്കറ്റ് കഴിക്കും. 2, 3 എന്ന് പറയും. അപ്പൊ ചാടും നട്ടാ. എല്ലാരും ശ്രദ്ധിച്ചോ? 1, 2, 3. അത്ര പൊന്തിക്കലടാ, അത്ര പൊന്തിക്കല. എടാ ചാടിയാ മാത്രം ഒരു ബിസ്ക്കറ്റ് പിടിക്കടാ. ഓല് ചാടി കളിക്കുക, ഓല് ബിസ്ക്കറ്റ് എടാ ബിസ്ക്കറ്റ് പിടിക്കാൻ നോക്കടാ. ബിസ്ക്കറ്റ് ചാടി കടിക്ക്. അല്ല അത് വെറുതെ ചാടി ആദ്യം കുഞ്ഞ് ബിസ്ക്കറ്റ് പിടിക്കടാ. ഓല വിചാരം ചാടി കളിക്കാനാ പറഞ്ഞാ ആദ്യം. കടി കടി അതങ്കൂട്ടം കടിച്ചു, അതങ്കൂട്ടം കടിച്ചു. എല്ലാരും ചാടിക്കളി, എല്ലാരും ചാടി ഒരവിടെ നിന്ന്. അതെ അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? പറഞ്ഞുകൊണ്ട് അവര് ടീച്ചറിനോട് പറയില്ല. അവര് നല്ല ചാടിയിട്ട് എല്ലാരും നല്ല ഉഷാറായിട്ട്. കൊടു പക്ഷെ അനങ്ങാണ്ട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. കൊടുവിന് ഒന്നിനും കൂടിയില്ല. കൊടു മിഠായി പെറുക്കലിന് കൂടിയിട്ട് തന്നെ അവൻ അവിടെ ഇരിക്കുകയല്ലാതെ ഒരെണ്ണം പോലും പെറുക്കിയില്ല കേട്ടോ. ഞാൻ ചുമ്മാ 2 പെറുക്കിയിട്ട് അവനെ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ കമത്തിയിടും. പിന്നെ വേറെ ഒന്നും തന്നെ കൂട്ടിയില്ല, അതിനെ കൂടണ്ട, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഏകദേശ പരിപാടികളെല്ലാം അംഗനവാടി കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു പിറന്നാളുകാരനുണ്ടായിരുന്നു. ശിശുദിനത്തിൻ്റെ അന്നല്ലായിരുന്നു, അതിൻ്റെ കഴിഞ്ഞ ദിവസം മുമ്പായിരുന്നു. പക്ഷെ അന്ന് അവൻ ലീവ് ആയതുകൊണ്ട് അവരന്ന് ലഡു ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ നമ്മളെ പിറന്നാൾ കുട്ടി. സ്കൂളിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയുന്നതിനും അങ്ങനെ പിന്നെ നേരെ വീണ്ടും താഴെ വന്ന് തറയെ ഒന്നുകൂടെ നനച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. പോരുമ്പോൾ എന്ത് ചെയ്തു, മധുരക്കിഴങ്ങൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. മധുരക്കിഴങ്ങ് വന്ന പാട് ആവിക്ക് വെച്ച് അങ്ങോട്ട് വേവിച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മധുരക്കിഴങ്ങ് ആയിരുന്നു കേട്ടോ. ചോറാവുന്നതിൻ്റെ മുമ്പ് തന്നെ ചോറ് തിന്നുന്ന സമയമായപ്പോഴത്തേക്കും മക്കളും എല്ലാവരും പെറുക്കി തിന്നാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായക്ക് കൂട്ടാടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ലേശം അവിടെ മാറ്റി വെച്ചു. പിന്നെ മീൻ വാങ്ങിപ്പോയത് കറി അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി വന്നു, ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും പോയി താഴേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ച് കയറിച്ചിരുന്നു. അപ്പോഴത്തേക്കും അച്ഛനും മക്കളും കൂടി മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവർ ചമ്മന്തിയൊക്കെ പൊടിച്ച് കറിയൊക്കെ ഇറക്കി വെച്ച് റെഡി ആയിട്ട് ചെന്നപാട് ചോറുണ്ട് കേട്ടോ. ചോറ് നിന്ന് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്.
കാരണം അന്ന് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഉച്ചയ്ക്ക് വന്ന് കറിയും വെച്ചു. ബാക്കി എല്ലാം അവിടെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നേന്ന് തുടങ്ങണം. ഞാൻ നോക്കുമ്പോൾ കുറേ ആയി. ഞങ്ങൾ വന്നതിന് ശേഷം ഇതാ ഓരോരുത്തർ ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഒരാൾ ഭക്ഷണം കഴിച്ച പാടെ എല്ലാവരും കിടന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു കേട്ടോ, വന്നതിന് ശേഷം ഇങ്ങനെ മുറ്റം നന്നാക്കാനോ പുല്ല് പറിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ലീവ് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അകത്തുള്ള അവിടെ കിടക്കട്ടെ, മുറ്റം നന്നാക്കാമെന്ന് ചോദിച്ചു. പുല്ലൊക്കെ ഒന്ന് അപ്പോൾ അങ്ങനെ എന്താ പറയുക, പുല്ല് പറിച്ചു. മുറ്റം മുഴുവനും സൈഡും പുറകുവശവും എല്ലാ സൈഡിൽ കൂടി ഒന്ന് ഓടി നടന്ന് ചെയ്യാവുന്നിടത്തോളമൊക്കെ ചെയ്തു. കുറച്ച് ചൂട്ടൊക്കെ തറച്ച് വെച്ചു. ചൂട്ട് തറച്ച് വെക്കാൻ വേണ്ടി ചൂട്ട് തിരഞ്ഞു പോയപ്പം ആദ്യകൂടിന് മോനൂസും റബ്ബർ തോട്ടത്തിൽ അവിടെ കോഴിക്കൂടിനോട് ചേർന്ന് മുകളിൽ ഒരു ചേര കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, മഞ്ഞച്ചേര. പിന്നെ അതിനെ പോയി നോക്കിയപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമില്ല, വലിയൊരു ചേരയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഒരു വിധമൊക്കെ ആക്കി, ഒരു ആശ്വാസമായിട്ടോ. വല്ലാതെ കാടുള്ളതൊന്നും ഒതുങ്ങിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വൃത്തിയായിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ കണക്കിന് ഇത് വൃത്തിയായിട്ടൊന്നുമില്ല. കാരണം ഇതുപോലെ ഒന്നുമല്ല, നല്ലപോലെ പറിച്ച് വൃത്തിയാക്കുന്നു. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്നവരും മടിയാണോ ആവായികയാണോ എന്തൊക്കെയോ ആണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിടനെ ഉണർത്തി കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. കാരണം താഴെ മഴ പെയ്തില്ല, തറ നനയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുത്തി പൊക്കി എണീപ്പിച്ചു. ചായ വെക്കാറില്ലെങ്കിലും മധുരക്കിഴങ്ങിൻ്റെ കൂടെയല്ലേ ഇടയ്ക്കൊരു കട്ടൻ ചായയൊക്കെ ആവാം എന്ന് കരുതി കട്ടൻ ചായയും മധുരക്കിഴങ്ങും കൊടുത്തു. അത് കുടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിടെ പോണ പുറകെ ഞങ്ങൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള മധുരക്കിഴങ്ങെല്ലാം പാത്രത്തിലാക്കി ഞങ്ങൾ താഴോട്ട് പോന്നു കേട്ടോ. എപ്പോഴും താഴത്തെ വീട്ടിൽ നിന്ന് ഓരോ സാധനം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാറാണ്. അപ്പോൾ അങ്ങോട്ട് വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം കുടുവിന് താഴത്തെ വീട്ടിൽ ഒരു കുഞ്ഞ് സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിലത്തെ മോൻ്റെ ആദിശിൻ്റെ സൈക്കിള് കുടുവാണ് ഇപ്പോൾ ഓടിക്കാറ് കേട്ടോ. കുടുവിന് വയ്യാണ്ടായതിന് ശേഷം അമ്മ എടുത്ത് ഒളിപ്പിച്ചേക്കലാണ്. കുട്ടിക്ക് പറ്റ ക്ഷീണമാണ്, അസുഖം മാറിയിട്ട് ഓടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുടു അത് എവിടെ അമ്മ ഒളിപ്പിച്ച് വെച്ചാലും കുടു കണ്ടുപിടിക്കും കേട്ടോ. അപ്പോൾ കുടുവിന് സത്യം പറഞ്ഞാൽ അമ്മമ്മ വീട്ടിൽ പോകാനൊരു പ്രതീതിയാണ്. കുടുവിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അതെ കേട്ടോ. അതുപോലത്തെ ഒരു പ്രതീതിയാണ്. ഇതാണ് അവിടുത്തെ അമ്മ, താഴത്തെ ചേച്ചി. അപ്പോൾ ഞാൻ ഈ മധുരക്കിഴങ്ങൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അവിടെ നല്ല മുളക് അരച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയാണെങ്കിൽ ആ കൂടെ മസാല ദോശയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ചേച്ചിയും അമ്പലി ചേച്ചിയുണ്ട്, അമ്മയുണ്ട്. മോള് സ്കൂളിട്ട് വന്നു. മോൾക്ക് പിന്നെ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മധുരക്കിഴങ്ങ് പുഴുങ്ങി കൊണ്ടുപോയ ആൾക്കാർ ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴേ മാങ്ങ അച്ചാറിടാം കേട്ടോ. മാങ്ങ ഞങ്ങൾ അരിഞ്ഞൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു അച്ചാറ്. വെള്ളം വേണോ? അങ്ങനെ എല്ലാവരും ഓരോരുത്തർ പഠിക്കാനൊക്കെ ആക്കി. കുടുവിന് ഇന്ന് കിട്ടിയ ബുക്കിൽ കുടു കളർ കൊടുക്കുകയൊക്കെയാണ്. മോനുസിന് ഒരിടത്താക്കി, അതിനെ ഒരിടത്താക്കി കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ വൈകുന്നേരം അങ്ങാടി പോയിൻ്റേഷൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെളുത്തുള്ളി ഇരുന്ന് നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു മാങ്ങയുണ്ട്, 2-3 ദിവസമായി മാങ്ങ വാങ്ങി വെച്ചിട്ടൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചി മാങ്ങയൊക്കെ ഞങ്ങൾ അരിഞ്ഞു കേട്ടോ.
എണ്ണ കുറച്ചുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഉള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്നുണ്ടല്ലോ ചേച്ചി, ഞാൻ ആ രുചി നോക്കി എന്താണെന്ന് അറിയാം, മത്തി അച്ചാറിട്ടതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മത്തി അച്ചാറിട്ടത്, നാരങ്ങ അച്ചാറിട്ടത്, മാങ്ങ അച്ചാറിട്ടത്, അതെല്ലാം രുചി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയാട്ടോ. മത്തി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് കേട്ടോ. അപ്പോൾ അവിടെ താഴെ അമ്മ നല്ലപോലെ അച്ചാറിടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സാധനമൊക്കെ വാങ്ങി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാം, ഞങ്ങൾ അച്ചാറിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. വന്നപ്പോൾ ഇവിടെ 2-3-4 ദിവസമായി മാങ്ങ വാങ്ങി വെച്ചിട്ട് അത് ഏകദേശം ഒരു പഴുപ്പ് പോലെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല അച്ചാറിടാമെന്ന് ചോദിച്ചു. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി അതൊക്കെ ഇട്ടു. ഇതാ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കുറവാണ് കേട്ടോ. കുറച്ചുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കൊണ്ടുവരുന്നതാണ്. നമുക്ക് കറിവേപ്പില ഇല്ലല്ലോ. അപ്പോൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു പണി ചെയ്ത് നോക്കിയതാണ്. കുറച്ച് കാന്താരി മുളക് വിറകിന് പോയപ്പം ലേശം കാന്താരി മുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചതച്ച് കുറച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു രുചി വ്യത്യാസം ഉണ്ട് കേട്ടോ. അങ്ങനെ കാന്താരി മുളക് ഇട്ടു. പിന്നെ സ്പെഷ്യലായിട്ടൊരു സാധനം കുഞ്ഞിടെ പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലേശം കൂടുതലായിട്ടുണ്ടായിരുന്നേ. അത്രയും വേണ്ടിയില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നി കേട്ടോ. കുറച്ച് അവിടെ ബാക്കി വെക്കായിരുന്നു. എന്നാൽ ലേശം മത്തി വാങ്ങിപ്പോയി അച്ചാറിടായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം നന്നാക്കിയ വെളുത്തുള്ളി എല്ലാം തന്നെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. പണികളെല്ലാം വൈകിട്ട് കഴിഞ്ഞതുകൊണ്ട് ഇരുന്ന് അങ്ങോട്ട് നന്നാക്കി വെളുത്തുള്ളി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത് ഏകദേശം വാട്ടി വരുന്നുണ്ട്. അപ്പോൾ താഴേന്ന് അച്ചാർ കൂട്ടിയ കൊതി അങ്ങോട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചാർ തിരക്ക് കൂട്ടി ഇട്ടത് തന്നെ. അങ്ങനെ മാങ്ങ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയായിരുന്നു അരിഞ്ഞത് കേട്ടോ. നന്നാക്കിയതൊക്കെ മാങ്ങ പിന്നെ കുഞ്ഞിട്ടാണ് അരിഞ്ഞ് തന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കാനുള്ള എല്ലാം വാടിയിട്ടുണ്ട്. ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് ഞാൻ സാധാരണ അച്ചാർ പൊടി ഇടാറാണ് കേട്ടോ. അച്ചാർ പൊടി ഇല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യാം. ഇത് പിന്നെ അച്ചാർ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ലേശം ഉലുവ വറുത്ത് പൊടിച്ചിട്ടു. പിന്നെ എന്താ സ്പെഷ്യലായിട്ട് എന്താ ഇട്ടതെന്ന് വെച്ചാൽ എന്നിട്ട് പറഞ്ഞു മാങ്ങേൻ്റെ എല്ലാം ഇട്ട് കഴിയുമ്പോൾ മൂപ്പര് പറഞ്ഞു അതിനകത്ത് ലേശം ഒരു കുഞ്ഞ് ശർക്കര ഇടടിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചട്ടീൻ്റെ പിടിയെല്ലാം ഇളകി പറഞ്ഞു പോയതാണ്. അത് ഒരു പിടി പോയി, ഒരു പിടി പൊട്ടി, ഒരു ഭാഗം പൊട്ടി ചട്ടീൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും ഓരോ രീതിയിലാണ് അച്ചാറിടുക. എനിക്ക് എപ്പോഴും ഞാനിട്ട അച്ചാറിനേക്കാളും ഇഷ്ടം വേറെ ആരെങ്കിലും ഇട്ട അച്ചാർ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുപോലെ അച്ചാർ അങ്ങോട്ട് മാങ്ങിയിട്ട് ഇളക്കി ലേശം വിനാഗിരി ഒഴിച്ചു. അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഉപ്പ് നോക്കൽ ഭയങ്കര തകൃതിയായിട്ട് ഉപ്പ് നോക്കാനുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. നീട്ടിപ്പിടിയുടെ കയ്യിൽ നീട്ടിപ്പിടി രസമുണ്ടോ? ഇല്ലാന്നല്ല വിചാരിക്കുക. ആദ്യക്കൂട്ടിന് അച്ചാറ് കുപ്പിയിലാക്കുന്ന ആദ്യക്കൂട്ടനാണ് കേട്ടോ. ഞാൻ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ആദ്യക്കൂട്ടൻ അച്ചാറ് പാത്രത്തിലാക്കി കുപ്പിയിലാക്കി. കുപ്പി കഴുകി കൊടുത്ത് രണ്ടാളും കൂടി കുപ്പി ഉണക്കി. ചൂട് പോയില്ല അല്ലേ? ചെറിയ ചൂടുണ്ട് അല്ലേ? ചൂട് പോയിട്ടാക്കിയാൽ മതിയായിരുന്നു. അടച്ചേക്കണ്ട കേട്ടോ. അമ്മ എന്നാ പോയി മേലേക്കിട്ട് വരേ. മരുന്ന്